നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 5. അധ്യായം 5-ൽ വ്യാസമാതാവായ സത്യവതി എങ്ങനെയാണ് ശന്തനുവിൻ്റെ ഭാര്യയായത് എന്ന് വിവരിക്കുന്നു. ഒരിക്കൽ ശന്തനു മഹാരാജാവ് കാളിന്തി നദിയുടെ കരയ്ക്കുള്ള വനത്തിൽ എത്തി. അപ്പോൾ എവിടെ നിന്നെന്നറിയാൻ പാടില്ലാത്ത തരത്തിലൊരു സുഗന്ധം അദ്ദേഹത്തിൻ്റെ മൂക്കിന് അനുഭവപ്പെട്ടു. ഈ മതിപ്പിക്കുന്ന കാറ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയപ്പോൾ ഒരു കരിനീലക്കള്ളനാളെ, ഒരു സുന്ദരിയായ രാജാവ് കണ്ട് അത്ഭുതപ്പെട്ടായി. അവളിൽ നിന്നാണ് ഈ സുഗന്ധം വരുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഇവൾ ആരാണ് എന്ന് അദ്ദേഹം ആലോചന തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ട് ആ സുന്ദരിയോട് ചോദിച്ചു, നീ ആരാണ്, ആരുടെ പുത്രിയാണ്, ഇവിടെ എന്തിനാണ് തനിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ സുന്ദരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാനൊരു ദാശപ്പെണ്ണാണ്, അച്ഛൻ്റെ ശാസനത്തിൽ കഴിയുന്നവളാണ് എന്ന് പറയുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിലെ പ്രതിപാദ്യം നോക്കാം. ശ്ലോകം 19. തരീമിമാം ധർമ്മനിമിത്തമേവ സംവാഹയാമീഹ ജലേ നൃപേന്ദ്ര പിതാ ഗൃഹേ മേദ്യ യദോസ്തി കാമം സത്യം ബ്രവീർമർത്ഥപദേ തവാഗ്രേ. രാജാവേ, കുലത്തൊഴിലനുസരിച്ച് നദിയിൽ തോണി തുഴഞ്ഞ ആളുകളെ കടത്തി വിടുന്നവളാണ് ഞാൻ. അച്ഛൻ ഇപ്പോൾ വീട്ടിലേക്ക് പോയതേ ഉള്ളൂ. അർത്ഥപതേ, അങ്ങയുടെ മുൻപിൽ ഞാൻ സത്യമാണ് പറയുന്നത്. ശ്ലോകം 20. ഇത്യേവമുക്ത്വാ വിരരാമബാല കാമാതുരസ്താം നൃപതിർബഭാഷേ കുരുപ്രവീരം കുരുമാം പതിം ത്വം പ്രധാന ഗച്ഛേന്നനു യൗവനം തേ. പെൺകിടാവ് ഇത്രയും പറഞ്ഞ് നിർത്തി. അപ്പോൾ കാമാതുരനായ രാജാവ് അവളോട് പറഞ്ഞു, കുരുപ്രവരനായ എന്നെ നീ ഭർത്താവായി വരിക്കൂ. നിന്റെ യൗവനം വെറുതെ നഷ്ടമാകാതിരിക്കട്ടെ. ശ്ലോകം 21. ന ചാസ്തി പത്നി മമ വൈ ദ്വിതീയ ത്വം ധർമ്മപത്നി ഭവ മേ മൃഗാക്ഷി ദാസോസ്മി ദേഹം വശഗ സദൈവ മനോഭവസ്ഥാപയതി പ്രിയേ മാം. എനിക്ക് വേറൊരു പത്നിയില്ല. മാൻകണ്ണാളെ, നീ എൻ്റെ ധർമ്മപത്നിയായി തീർന്നാലും ഞാൻ നിൻ്റെ ദാസനാണ്, എപ്പോഴും നിനക്ക് വശപ്പെട്ടവനുമാണ്. പ്രിയേ, കാമദേവൻ എന്നെ ദഹിപ്പിക്കുന്നു. ശ്ലോകം 22. ഗതാ പ്രിയാ മാം പരിഹൃത്യ കാന്ത നാന്യാ വൃതാഹം വിധുരോസ്മി കാന്തേ ത്വാം വീക്ഷ്യ സർവാവയവ അതിരമ്യാം മനോഹിജാതം വിവശം മദീയം. എൻ്റെ പ്രിയ പത്നി എന്നെ വെടിഞ്ഞിട്ട് പോയി, പിന്നെ ഞാൻ ആരെയും വെട്ടില്ല. സുന്ദരി, ഞാനിപ്പോൾ വിഭാര്യനാണ്. സർവാംഗസുന്ദരിയായി നിന്നെ കാണെ എൻ്റെ മനസ്സ് തളർന്നുപോയി. ശ്ലോകം 23. ശ്രുത്വാ മൃതാ സ്വാദരസം നൃപസ്യ വചോ അതിരമ്യം ഖലു ദാശകന്യാ ഉവാചതം സാത്വികഭാവയുക്ത കൃത്വാതിധൈര്യം നൃപതിം സുഗന്ധാം. അമൃതതുല്യം രസപ്രദവും അതിമനോഹരവുമായ രാജ്യവാക്യം കേട്ടിട്ട് സുഗന്ധയായ ദാശപുത്രി സാത്വികഭാവത്തോടെ സധൈര്യം ആ രാജാവിനോട് പറഞ്ഞു. ശ്ലോകം 24.
യഥാർത്ഥരാജന്മയി തത്തഥൈവ മന്യേഹമേതേത്തു യഥാവചസ്തേ നാസ്മി സ്വതന്ത്ര ത്വമവേഹി കാമം ദാതാ പിതാമേർത്ഥയതം ത്വമാശു. രാജാവേ, അങ്ങ് പറഞ്ഞല്ലോ അങ്ങയുടെ അവസ്ഥയെപ്പറ്റി. അതുതന്നെയാണ് എൻ്റെയും അവസ്ഥയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സ്വതന്ത്രയല്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. അച്ഛനാണ് എന്നെ ദാനം ചെയ്യേണ്ടത്. അങ്ങ് വേഗം അദ്ദേഹത്തോട് പോയി ചോദിക്കുക. അധ്യായം 5 24 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.